ഒരു കൂട്ട ആൾമാരെ പോലെ നിങ്ങൾ ആവുക തീരാ. എങ്ങനത്തെ ആൾമാർ? അങ്ങ് അള്ളാഹുടെ മറന്നാറ്, അള്ളാഹുടെ മറന്ന ആൾമാരെ പോലെ നിങ്ങൾ ആക്കുക തീരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യ അല്ലാണ്ട് ഒരുപാട് ജീവികളെ സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ച ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള എല്ലാത്തെയും ജീവികളെ തിന്നുകയായിട്ട് അള്ളാഹു സൃഷ്ടിച്ച ചില ജീവികളെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പഠിക്കുക ഒരേ വിഷയമുണ്ട്. അത് അള്ളാഹു സൃഷ്ടിച്ച അതുകൊണ്ടല്ലേ ഭൂമിയിൽ ഫസ്റ്റ് ഒരു കൊല നടന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോൻ ഖാബീൽ മൂത്തോണ് ഹാബീലിനെ കൊന്ന, സ്വന്തം ഇലോണ് മൂത്തോന്റെ കൊന്ന. അത് ഭൂമിയിൽ നടന്ന ഫസ്റ്റ് കൊലയായിട്ട്. പക്ഷേ കൊലയാക്കിയിട്ട് കൊന്നിട്ട് ആ ശരീരത്തെ എന്താക്കണോ ചെന്നിട്ട് ഖാബീൽ കൊന്തായിട്ടില്ല. എല്ലാവർക്കും കൊന്തായി പോയെങ്കിൽ അന്നെ കൂടില്ല. ഇപ്പൊ എന്താക്കിട്ടത് ചെന്നിട്ട് ആ ശവശരീരത്തെ കുഞ്ചിരമേൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ട് മാറ്റിക്കിട്ട് ഒരു ചത്തുപോയ കാക്കയുടെ കുഞ്ഞിരത് പൂന്തകുപേനായിട്ട് പിന്നൊരു കാക്കയെ കൊക്കലോ ഭൂമിയുടെ ചൊറന്നിട്ട് കുടിയാക്കിയിട്ട് ആ കാക്കയുടെ കുഞ്ഞിരെ വലിച്ചിട്ട് അതിലിട്ടിട്ട് കൊക്കല് മണ്ണിട്ടിട്ട് മൂടിത്ത്. ഇതിലെ കാബീല് കണ്ടിട്ടാകുമ്പോ കാബീല് വന്ന് അപ്പൊ നാണം ഈ ബോഡിയിലെ ഇങ്ങനെ ആക്കണം ചെന്നിട്ട് കാബീല് എന്താക്കിയ ഗുളി എടുത്തിട്ട് തന്റെ മൂത്തൊന്ന് ഹാബീലത് മൂടിയ. അപ്പൊ ഒരു മനുഷ്യക്ക് കബറ് തോണ്ടൊക്കെ പഠിപ്പാട്ടിയത് കാക്കയായിട്ട്. അപ്പൊ നമുക്ക് എന്തായില്ല, അള്ളാഹു പ്രത്യൊന്നും സൃഷ്ടിച്ചത് കാക്ക മനുഷ്യർക്ക് പേരായിട്ടുണ്ട് ചൊല്ലുമ്പോഴത്തേക്കും അങ്ങനെ ആയിട്ടൊരു വിഷയം. അതേപോലെ നായിയുടെ പോലെ ഒരു കൃതജ്ഞത ജീവി വേറെ ഒന്നില്ല. നായിക്ക് നിങ്ങൾ എത്ര വർഷമൊന്നും എന്തൊരു ഉപകാരം ആക്കിയിട്ടുണ്ടെങ്കിലും അത് നല്ല നിനപ്പ് വെച്ചുള്ളൂ. നായിക്ക് അങ്ങനത്തെ ഒരു ശക്തി അള്ളാഹു കൊടുത്ത. അപ്പൊ മനുഷ്യർക്ക് കൃതജ്ഞത ആക്കാത്തോണം അള്ളാഹു കൃതജ്ഞത ആക്കില്ല. അപ്പൊ നായിടെ കൊണ്ടിട്ട് നായക ഒരു പാട്ടും എന്നിട്ട് ചൊന്നെങ്കിൽ ആറ് ഞങ്ങൾക്ക് ഹെൽപ്പ് ആക്കിയെങ്കിൽ ഞങ്ങൾ അതിനെ മറക്കുക തീടാ. ഞങ്ങൾ ആർക്ക് ഹെൽപ്പ് ആക്കിയെങ്കിലും എന്താക്കണം, ഞങ്ങൾ അതിനെ മറക്കും. ഞങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ആക്കിയിട്ട് അതിനെ മനസ്സിൽ വെച്ചോണ്ട് അവൾക്ക് ഞാൻ അതെല്ലാം ആക്കിയപ്പോ ഇപ്പൊ നോക്കി എന്റെ നിരപ്പേ ഇല്ല. അങ്ങനെ ആയി പഠിച്ച റബ്ബ് നായക എന്തെല്ലാം തന്നല്ലേ. ഞങ്ങൾ എത്ര പഠിച്ചോണ്ട് നിരപ്പാക്കടാ. ഇന്നത്തെ സുബഹി നിസ്കാരത്തിൽ ഞാൻ ഓതിയ ആയത്ത് ഒരു കൂട്ട ആൾമാരെ പോലെ നിങ്ങൾ ആവുക തീരാ. എങ്ങനത്തെ ആൾമാർ? അങ്ങ് അള്ളാഹുടെ മറന്നാറ്, അള്ളാഹുടെ മറന്ന ആൾമാരെ പോലെ നിങ്ങൾ ആക്കുക തീരാ. അള്ളാഹുടെ നിങ്ങൾ മറന്നതുപോലെ ആക്കിയെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചെങ്കിൽ നിങ്ങളെ അള്ളാഹു മറക്കുവാൻ. ഫദ്കുറൂനി അദ്കുറുക്കും. എപ്പോഴും നിങ്ങൾ നിരപ്പാക്കിക്കൊണ്ടിരിക്കണോ, നിങ്ങൾ നാളെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും കൃതജ്ഞത ആക്കിയ ഞങ്ങൾക്ക് ഉപകാരമാക്കിയ ആൾമാർക്ക് ഞങ്ങൾ ഇപ്പോൾ കൃതജ്ഞതയ്ക്കണോ ചെന്നിട്ടോ നായിടെ കാട്ടിട്ട് അള്ളാഹു ഞങ്ങൾ പഠിപ്പാട്ടിയ. ഇനി കോഴിയുടെ അടുത്ത് നോക്കിയെങ്കിലും ചെമ്മ പാട്ടങ്ങൾ ഞങ്ങളുണ്ട്. ചില സ്വഭാവ പ്രാണികൾ അത് ഞങ്ങൾ ഇപ്പോൾ തീരാം. ചില സ്വഭാവ പ്രാണികൾ കണ്ട് ഞങ്ങൾ പഠിക്കണം. കോഴിക്ക് നല്ല സ്വഭാവമുണ്ട്, കോഴിക്ക് ബെടക്ക് സ്വഭാവമാണ്. കോഴിയുടെ ബെടക്ക് സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിപരീതമായ കാമയ്ക്കിട് കോഴി ഷഹ്വത്തെയാണ്. അത് എവിടെ എന്തില്ല. പെണ്ണ് കോഴി കിട്ടിയെങ്കിലും പെട്ട കോഴി കിട്ടിയെങ്കിൽ അത് അതിലെന്താക്കിട് അതിലെ കാമ ദീർഘോപേനായിട്ട് യൂസ് ആക്കിയല്ലോ. മനുഷ്യ അങ്ങനെ ആവക തീര. കണ്ടവിടെയുള്ള വ്യഭിചാരത്തിലും സിനത്തിലും പോകുള്ള ജീവിയല്ല മനുഷ്യ. അതേ സന്ദർഭത്തിൽ കോഴിക്ക് ഒരു നല്ല സ്വഭാവമുണ്ട്. അത് പറഞ്ഞിടത്ത് കുറുടിയായെങ്കിലും സുബിക്ക് എനിക്കിടത് മാത്രം വേഗമായിരിക്കും. അപ്പൊ കോഴി ഒരു പൂവൻ കോഴി ഔത്തൊരു ബലത്തരുത് കുറെ സിഹിറെല്ലാം തടഞ്ഞു കിട്ടൊക്കെ കാരണം അവിടെ ഉണ്ടും ഔത്തൊരു വലിയൊരു ബറക്കത്തിക്കും കാരണം ചെന്നിട്ട് ഞങ്ങൾക്ക് കിതാബിൽ കാണും. അപ്പൊ കോഴി സുബിക്ക് വേഗം ഇച്ചിരി കൂക്കിടും. അത് നല്ല ഒരു സ്വഭാവമായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പഠിക്കണോ, ഒരു നിർബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒരു തക്ലീഫില്ലാത്ത കൽപ്പനയില്ലാത്ത ഒരു കോഴി പോലും ഇത്ര സുബൈക്ക് വേഗം എനിക്കുമ്പോൾ അള്ളാഹു എല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് എന്റെ വായിക്ക് അള്ളാഹു റിസ്കത്ത് പാട്ടി തന്നിട്ട് നാളെ ഈ സുബൈക്ക് എനിക്കായിട്ട് ഉറങ്ങടെ മാച്ചുള്ള ഒരു പാട്ട് കോഴിയിലൂടെ. അതേപോലെ പ്രതി ഒരു ജീവിലും എറുമ്പ് നോക്കണം. എത്ര ഒരു സിസ്തായിട്ടായിരിക്കും എറുമ്പ് നടന്നോണ്ട് പോകേണ്ടത്. ഏതൊരു കോച്ചിങ് ക്ലാസ്സിൽ അത് പോയിട്ടില്ല, ഏതൊരു ട്രെയിനിങ് അത് കിട്ടിയിട്ടില്ല. അതിന്റെ ലീഡറായ ഉമ്മ എതിർ നടന്നോണ്ട് പോകുമ്പോഴത്തേക്കും എല്ലാ കുഞ്ഞി എറുമ്പുങ്ങ അതിന്റെ പെരുവത്തിൽ എന്താവോ ലൈനായിട്ട് പോകണ്ട. ആറും ക്ലാസ് എടുത്തിട്ടില്ല. ഏത് ഉസ്താദിന്റെ ക്ലാസ്സിനും എറുമ്പുങ്ങ തെച്ചിട്ടില്ല. അതേ സന്ദർഭത്തിൽ എല്ലാ ക്ലാസ് കേട്ടിട്ടും എല്ലാ വാഴ്ന്നു കേട്ടിട്ടും ഞങ്ങളെ അവസ്ഥ നോക്കുന്നു. ഒരു മഗ്രിബ് നിസ്കരിച്ചിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് എന്തൊരു അവസ്ഥ, എന്തൊരു ഗൗജായിട്ട് അതവ് ചൊല്ലത് തീരെ ഇല്ല. പള്ളിയുടെ പുറത്ത് ചെറുപ്പയുടെ വിഷയത്തിൽ അതേപോലെ കുറേ വട്ട ചൊന്നതാണ്. ഈ ബൗദ്ധ ധർമ്മത്തിന് ഒരു ധർമ്മമുണ്ട് ഭയങ്കര സിസ്തായിട്ട് പാലൻ. അങ്ങനെ ടെമ്പിളിലെ പുറത്തെല്ലാം പോയി നോക്കിയെങ്കിൽ ചെറുപ്പങ്ങൾ കറക്റ്റ് നീല
അവിടെ അങ്ങനത്തെ ഇല്ലേ ഇത്ര നീട്ടായിട്ട് വെച്ചിരിക്കുക. ഞങ്ങൾ ഇത്രയുള്ള വ്യവസ്ഥ എന്നിട്ട് പോലും ഞങ്ങൾ എന്താക്കല്ലേ ക്ലാസ്സിൽ ചെറുപ്പ് വയ്ക്കരുത്. ചെറുപ്പ് വെച്ചിട്ട് ആ ചെറുപ്പിൽ എന്തല്ല ഇക്കട ഞങ്ങൾ നാലുകന്ത് ചെറുപ്പ് കലക്കില്ലല്ലേ, കാൽ കലക്കട കറക്റ്റ് കാൽ കലകിയിട്ട് അതേ ചെറുപ്പിടുക. പിന്നെ ചെറുപ്പിട്ടുകൊണ്ട് പള്ളിക്ക് വേണ്ട ആ ചെറുപ്പിട്ടുകൊണ്ട് വന്ന കാരണം കൊണ്ടിട്ട് പിന്നെ കാൽ കലകാണ്ട പള്ളിക്ക് പത്തല. കാൽ ക്ലീൻ ഇന്നെങ്കിലും ഇല്ലെങ്കിലും കാൽക്കിടത് നല്ലതായിരിക്കും പള്ളിക്ക് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സിസ്ത് ഞങ്ങൾ പ്രാണികളെ കൊണ്ടിട്ട് ഞങ്ങൾ പഠിച്ചോണ്ട് പഠിപ്പാട്ടി തന്നെ. പക്ഷെ ഞങ്ങൾ എന്തായി പോയാൽ ഞങ്ങളെ കണ്ടിട്ട് പ്രാണിങ്ങമേ തെരു തപ്പി പോകണ്ടെന്താ ചൊന്നിട്ട് ശുദ്ധമായ ഖുർആനിൽ ചൊല്ലു ചിന്തിക്കുള്ള കൽബ് കൊടുത്തിട്ട് ചിന്തിക്കാത്തങ്ങ, നല്ലത് കേൾക്കുള്ള കാത് കൊടുത്തിട്ട് കേൾക്കാത്തങ്ങ, നല്ലത് നോക്കുള്ള കണ്ണ് കൊടുത്തിട്ട് ഹറാമ് മാത്രം നോക്കുന്ന ആൾമാർ ഉലായിക്കൽ അൻആം അങ്ങ് പ്രാണിങ്ങളെ പോലെ അള്ളാഹു ചൊന്നിട്ട് പിന്നെ അള്ളാഹു ചൊല്ല പ്രാണിങ്ങളെ പോലെ ഉണ്ടല്ല ബൽഹും അദൽ പ്രാണിങ്ങളെ കാട്ടി അതപ്പതിച്ച തിരുതപ്പിയ ആൾമാരെ ചൊന്നിട്ട് മനുഷ്യന്മാരായ ഞങ്ങളെ അള്ളാഹു ചൊല്ല എല്ലാ ജീവികളെ കാട്ടി യാറെ മഹത്വ തന്നിട്ട് അള്ളാഹു അതേ അള്ളാഹു ഞങ്ങളെ ചൊല്ല നിങ്ങൾ പ്രാണിങ്ങളെ കാട്ടി അതപ്പതിച്ചു പോയെങ്ങാണ്ട്. കാരണം എന്തേ? കാരണം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും അള്ളാഹുടെ മുട്ട യാറെ സ്ഥാനമാനം കിട്ടത് മനുഷ്യരിലെ റൂപ ഇന്നത് കൊണ്ട് മാത്രമല്ല, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും യാറെ തഖ്വ ഉള്ള അള്ളാഹുടെ സൂക്ഷ്മതയുള്ള യാറെ പേടിയുള്ള ജീവനെ നിങ്ങൾ നയിച്ചെങ്കിൽ മാത്രമായിട്ട് മനുഷ്യന്റെ ജീവനെ നിങ്ങളത് സാർത്ഥക്കാവണം. അതുകൊണ്ടിട്ട് എല്ലാ ജീവികളെ കാട്ടി നക്ക് യാറെ മഹത്വം കൊണ്ട് ചെന്നിട്ട് നാളെ ധിക്കരിച്ച് നടന്നു പോയെങ്കിൽ നാളെ ഞാൻ ചെന്ന പോലെ നായിയല്ല പന്നിന്റെ സ്ഥാനം പോലും അള്ളാഹുടെ എതിരിൽ ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾ അള്ളാഹുടെ തഖ്വയോടുകൂടി ജീവിക്കുക പേരായിട്ട് ആയിട്ടിക്കട്, അള്ളാഹുടെ പേടിച്ചിട്ട് ജീവിക്കുക പേരായിട്ട് ആയിട്ടിക്കട്. അള്ളാഹു വിശുദ്ധമായ റമളാൻ തിങ്കൾ തന്നെ റഹ്മത്തിലെ 10 പോയിട്ട് മഗ്ഫിറത്തിലെ 10 ഇപ്പൊ ലാസ്റ്റ് നരകത്തെ തൊട്ട് വിമോചനം കിട്ടുന്ന പോലത്തെ ജാവലും ഓർവുമായിട്ട് കിടന്നുള്ളത്. അള്ളാഹു ഞങ്ങൾ നരകത്തെ തൊട്ട് വിമോചനം തന്നില്ലാണ്ട് കണ്ടെങ്കിൽ ഖണ്ഡിതമായിട്ടും ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ഒരു അധപത്തനത്തിലായിട്ട്. അതുകൊണ്ടായിട്ട് ഈ ലാസ്റ്റിയുടെ 10 ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുന്നത് പടച്ചോനെ നന്റെ നീനെ നരകത്തെ തൊട്ട് മോചിപ്പിച്ചിട്ട് സ്വർഗത്തിന് നീനെ കടത്തുറപ്പേണ്ട. അപ്പൊ ഞങ്ങൾ ഒരു സംശയം, നരകത്തെ തൊട്ട് മോചനായെങ്കിൽ പിന്നെ സ്വർഗത്തികയല്ലേ പോണ്ടേ, പിന്നെ വേറെ എവിടെ ഇക്കടേ? അപ്പൊ നരകത്തെ തൊട്ട് തന്നെ നീ രക്ഷപ്പെടുത്തുകൊണ്ട് മാത്രം ചൊന്നമെയ്യാവലേ നമുക്ക് സ്വർഗത്തിൽ നീ കടത്തോട്ട് ചൊല്ലുകൊണ്ടാണ്. അതൊക്കെ ഒരുപാട് വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ലാ തഅമൻ മക്രി ഹത്താ തജൂസ സിറാത വതറ ഖദമൈക ഫിൽ ജന്ന. നരകത്തെ മേൽ നിർമ്മിക്കപ്പെട്ട ഒരു മുടിയുടെ 7 ഭാഗമാക്കിയിട്ട് ആ ഒരു ഭാഗത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സേതുവയായിട്ട് സിറാത്തു പാല ചൊല്ല്. ആ സിറാത്തു പാല വിട്ട് നരകത്തെ മേലിക്കിട്, അത് വിട്ട് കടന്നങ്ങളായിട്ട് പിന്നെ സ്വർഗം അതിന് മേൽ കടക്കുകയോ അത്ര സുലാഭെന്തല്ല. മുഅ്മിനീങ്ങളായ ആൾമാർ അള്ളാഹുടെ പേടിച്ചിട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആൾമാർക്ക് അത് ഒരു മുടിയായെങ്കിലും വലിയൊരു വിശാലമായ ഒരു തെരുവായിട്ട് അള്ളാഹു കാട്ടി കൊടുക്കാണ്ട് മാത്രമല്ല, ഒരു മിന്നൽ ഒരു ചെറിയ ഒരു വെളിച്ച വന്നിട്ട് പോയെങ്കിൽ എത്ര ടൈം വേണം അതിനെ ഉൾഗാങ്ങ സിറാത്ത് പാല വിട്ട് കടത്തിലേക്ക് ഇടാറുണ്ട്. അങ്ങനത്തെ സിറാത്ത് പാലം കടന്നെങ്കിൽ പോലും നീന് സ്വർഗത്തേക്ക് എത്തിയായിട്ട് നീ വിചാരിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ ചൊല്ലു ലാ തഅമൻ മക്രി, നിന്റെ ശിക്ഷയെ തൊട്ട് നീ രക്ഷപ്പെട്ടായിട്ട് നീ വിചാരിക്കേണ്ട. ഹത്താ തജൂസ സിറാത്ത, സിറാത്ത് പാല വിട്ട് കടന്നിട്ട് വതറ ഖദമൈക ഫിൽ ജന്ന, നിന്റെ 2 കാലും സ്വർഗത്തെ ഉൽഗ വെച്ച് കിട്ടിത്ത നീ രക്ഷപ്പെട്ടെ. ഒരു കാൽ മാത്രം സ്വർഗത്തെ ഉൽഗ വെച്ച് ഒരു കാൽ പുറത്തുണ്ടോ അപ്പോഴും അള്ളാഹു നിന്റെ വാപാസ് നരകത്ത് കടത്തുക സാധ്യതയുണ്ടോ. അതുകൊണ്ടിട്ട് 2 കാലും സ്വർഗത്തെ ഉൽഗ എത്തി കിട്ടിയെങ്കിൽ മാത്രം അള്ളാഹുടെ ശിക്ഷനെ തൊട്ട് നിന്നെ രക്ഷപ്പെട്ട ചൊല്ല ഓരോ വിശ്വാസം നിനക്ക് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഈ ദിക്ർ എന്ന് ചൊല്ല അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ, പടച്ചോനെ നന്നെ നീ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്ത്. വഅദ്ഖിൽനി, നന്റെ നീ കടത്ത് അൽ ജന്നത, സ്വർഗ്ഗത്തിൽ നീ കടത്ത് യാ റബ്ബൽ ആലമീൻ, ഓ ലോക രക്ഷിതാവായ അല്ലാഹുവേ. അപ്പോൾ ഈ ദിക്ർ നമ്മൾ നിരന്തരമായിട്ട് ചെന്നോണ്ടിരിക്കണം. അതോടുകൂടി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി, ഫാസ്റ്റ് ചൊല്ലുമ്പോൾ എന്തെല്ലാം ചെന്നോണ്ട് പോകണ്ടല്ലോ. ഉസ്താദ് ചൊല്ലത് കറക്റ്റ് കാത് കൊടുത്തിട്ട് അങ്ങനെ ചൊല്ലും അല്ലാഹുമ്മ ഇന്നക എന്തെല്ലാം ചൊന്നോണ്ട് പോകണ്ട. ഒരാൾമാർ ചിലപ്പോൾ അത് ബന്ധില്ലാണ്ടായിരിക്കും, ആയെങ്കിലും
ചൊല്ലതെല്ലാം കറക്റ്റ് ശ്രദ്ധിച്ചെങ്കിൽ കറക്റ്റായിട്ട് ചൊല്ലുക അവിടെ അല്ലേ, ആ ചൊല്ലുമ്പോൾ അർത്ഥം ചിന്തിച്ചിട്ട് യോജനാക്കി ചൊല്ലുമ്പോൾ ആ ദിക്റ് ദുആക്ക് പിന്നെയും ചില ശക്തി കിട്ടും. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക നീന് അഫൂൻ യാറ മാഫാക്കടെ ആളായിട്ടിക്കടെ, നിന്റെ പോലെ മാഫാക്ക് ഒരാളും ഇവിടെ സാധ്യമില്ല. ഞങ്ങൾ ഒരാൾ ഒർക്ക തപ്പാക്കിയെങ്കിൽ മാപ്പാക്കുക, രണ്ട് പെട്ട തപ്പാക്കി വെക്കുക, മൂന്നാമത്തെ പെട്ട തപ്പാക്കിയെങ്കിൽ ഞങ്ങൾ ഒരിക്കലും എത്ര പെട്ട ചെന്നിട്ട് മാപ്പാക്കരുത്, അർത്ഥമില്ല. അതേ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ചൊല്ല സാധാരണമായിട്ട്. അതേ സന്ദർഭത്തിൽ പടച്ചെറുപ്പുറത്ത് നിങ്ങൾ എത്ര ദോഷമാക്കിയെങ്കിലും അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരക്ക് റെഡിയുള്ള മാത്രം ഞങ്ങൾ എന്താവണം മാപ്പ് കേൾക്കുന്നത് റെഡിയിക്കണം. ഞാനെന്ത് ആക്കാത്ത തപ്പോ ദുനിയാവിലാണോ ആക്കാത്തതെന്ന് ആർക്കരുത് ചെന്നിട്ട് അങ്ങനത്തെ ഒരു ബന്ധങ്ങളത് ധിക്കാര മനോഭാവമായിരിക്കും. എത്ര ചെറിയ തപ്പാവട്ടെ വലിയ തപ്പാവട്ടെ പടച്ചെറുപ്പുറത്ത് ഞങ്ങൾ മാപ്പ് കേട്ടുകൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മാഫാക്കടെ വെച്ചാൽ അള്ളാഹു വലിയ ഒരു ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഒരു അടിമ ദോഷമാക്കിയിട്ട് അവൻ അള്ളാഹുട്ട് മാപ്പ് കേൾക്കുമ്പോഴത്തേക്കോ അള്ളാഹു മാപ്പാക്കി കൊടുക്കണേ എന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് റബ്ബേ ഞാൻ നിന്റെ അടുത്ത് മാപ്പ് കേട്ടുകൊണ്ടുള്ള നക്ക് നീ മാപ്പ് താറബ്ബേ ചെന്നിട്ട് എന്തൊരു അർത്ഥമുള്ള ദിക്റായിരിക്കും ഇത്. നിർമ്മലമായ മനസ്സോട് കൂടിയിട്ട് നാണൊന്നും അല്ല ഈ ദുനിയാവിലോ, നാണൊരു കാട്ടത്തിന് സമാന അങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടി അള്ളാഹുട്ട് ദിക്റ് ചെന്ന് ദ്വാരക്കുമ്പോഴത്തേക്ക് റബ്ബ് നമുക്ക് പുറത്തു തരാണ്ടിരിക്കുവാണ്. പക്ഷെ ഞങ്ങൾ കൽബായിട്ട് അള്ളാഹു നോക്കെടുത്ത് കാലി വായും കാലി നോട്ടവും ഞങ്ങളുടെ ശരീരത്തെ ചന്തവും ഞങ്ങളുടെ അധികാരവും ഞങ്ങളുടെ സമ്പത്തല്ല, അള്ളാഹു ഞങ്ങൾ കൽബായിട്ട് നോക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തഖ്വ കൊണ്ടിട്ട് ഇഖ്ലാസോട് കൂടി ജീവിച്ചിട്ട് ഈ വിശുദ്ധമായ റമദാൻ തിങ്കൾ ഞങ്ങളെ കുട്ടുപോകുമ്പോഴത്തേക്കും പൊരുത്തപ്പെട്ട നിലക്കുള്ള ആ ഒരു വിട്ടുപിരിയൽ കിട്ടിയ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷത്തെയും അള്ളാഹു ഈ നാളിലെയും ഈ തിങ്കളിലെയും ടൈമുടെയും ബർക്കത്തുകൊണ്ട് അള്ളാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റായത്തുള്ള ഓരോ മുഅ്മിനാത്തുമകും അള്ളാഹു ഹിദായത്തും ഇഖ്ലാസും തഖ്വയും ഏറ്റുകൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഹറാമായ കാര്യങ്ങളെ തൊട്ട് വേണ്ടാത്തരത്തെ തൊട്ട് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പാലക്കാരെ അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ചിട്ട് ഈമാൻ സലാമത്തായി മരിക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.